ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെസ്റ്റോറേഷൻ ഡ്രാമ ആൻഡ് പ്രോസ് എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ചാൾസ് സെക്കൻഡ് രാജാവിൻ്റെ റെസ്റ്റോറേഷൻ. അതിനു മുമ്പിട്ട് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ പ്യൂരിറ്റൻസ് ആയിരുന്നല്ലോ. അവർ ഈ തിയേറ്ററെല്ലാം അടയ്ക്കാൻ ഓർഡർ കൊടുത്തു. അപ്പം 1660 ചാൾസ് സെക്കൻഡ് രാജാവിൻ്റെ റെസ്റ്റോറേഷനോടുകൂടി ഈ മുന്നേ അടച്ചിട്ടിരുന്ന തിയേറ്ററുകളെല്ലാം തിരിച്ച് ഓപ്പൺ ചെയ്തു. ഈ റെസ്റ്റോറേഷൻ പീരീഡിൽ പ്രോസ് വർക്കിൽ വളരെയധികം പുരോഗതി ഉണ്ടായി. ജോൺ ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കായ എസ്സേ ഓൺ ഡ്രമാറ്റിക് പോയസിയുമായിട്ട് വന്നു. ഈ വർക്കിൽ ഡ്രൈഡൻ ഇംഗ്ലീഷ് ഡ്രാമയെ ഫ്രഞ്ച് ഡ്രാമയായിട്ട് കമ്പയർ ചെയ്യാണ്. ഡ്രൈഡൻ ഫ്രഞ്ച് ഡ്രാമയുടെ ലിമിറ്റേഷൻസ് ഒക്കെ ഊന്നി പറയുകയാണ്. എന്നിട്ട് ഫ്രഞ്ച് ഡ്രാമയെക്കാട്ടിലും എന്തുകൊണ്ടും ഇംഗ്ലീഷ് ഡ്രാമ മികച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഡ്രൈഡൻ കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് ജോൺ ബെനിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് 2 അലിഗോറിക്കൽ പ്രോസ് വർക്കുണ്ട്. ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ആണ് ഒന്നാമത്തേത്, രണ്ടാമത്തേത് ദ ഹോളി വാർ ആണ്. അലിഗോറിക്കൽ വർക്കായിട്ടുള്ള ദ പിൽഗ്രിംസ് പ്രോഗ്രസ്സിലെ നായകൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. ഈ ഹീറോ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഇതിനകത്ത് ഒരു മെറ്റഫറുണ്ട്, ഈ വർക്കിലൊരു മെറ്റഫറുണ്ട്, ലൈഫ് ഈസ് എ ജേർണി എന്നാണ്. അതേപോലെ തന്നെ ഈ പിൽഗ്രിം പ്രോഗ്രസ്സിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ ഫ്രേസസ് ഒക്കെ കടമെടുത്തിട്ടുണ്ട്. നമ്മളതൊക്കെ ഡേ ടു ഡേ കോൺവെർസേഷനിൽ ഉപയോഗിച്ചും വരുന്നു. ഉദാഹരണത്തിന് വാനിറ്റി ഫെയർ, സ്ലോ ഓഫ് ഡെസ്പോട്ട്, മിസ്റ്റർ ഗ്രേറ്റ് ഹാർട്ട്, ഇവയൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ്. ഇതെല്ലാം എടുത്തിട്ടുള്ളത് ദ പിൽഗ്രിം പ്രോഗ്രസ്സിൽ നിന്നിട്ടാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ വർക്കാണ് ദ ഹോളി വാർ. അപ്പോൾ അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വാറിനെ കുറിച്ചാണ്, യുദ്ധത്തെക്കുറിച്ചാണ്. ബെനിയൻ്റെ തന്നെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള സിവിൽ വാറിൻ്റെ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ദ ഹോളി വാറിൽ വിവരിക്കുന്നത്. അടുത്തത് ജോൺ ലോക്കിനെ കുറിച്ചാണ് പറയേണ്ടത്. ജോൺ ലോക്കിൻ്റെ ഒരു ക്രിട്ടിക്കൽ എസ്സേ ഉണ്ട്, എസ്സേ ഓൺ ദ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഇതൊരു ഫിലോസഫിക്കൽ വർക്കാണ്. അപ്പം ഇംഗ്ലണ്ടിൽ മാത്രമല്ല, യൂറോപ്പിലെ മറ്റ് കൺട്രിയിലൊക്കെ ഈ ഫിലോസഫിയിൽ ഒരു ദിശാബോധം കൊണ്ടുവന്ന വർക്കാണ് ദ എസ്സേ ഓൺ ദ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ജോൺ ലോക്കാണ് എഴുതിയത്. അടുത്തത് നമ്മൾ സാമുവൽ പെപ്പീസിനെ കുറിച്ചാണ് പറയുന്നത്. സാമുവൽ പെപ്പീസിൻ്റെ ഒരു ഡയറിയാണ് അദ്ദേഹത്തിൻ്റെതുള്ളത്. ഈ ഡയറി 1852 വരെ വായിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത് എഴുതിയിരുന്നത് വളരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സീക്രട്ട് സയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരുന്നത്. പിന്നീടാണ് അത് ഡെസിഫർ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇതിലെ നായകൻ അദ്ദേഹം തന്നെയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതേപോലെ കളർഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. റെസ്റ്റോറേഷൻ കാലത്തെ പ്രോസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് റെസ്റ്റോറേഷൻ ഡ്രാമയെക്കുറിച്ച് പറയാം. റെസ്റ്റോറേഷൻ ഡ്രാമ എന്ന് പറയുമ്പോൾ തന്നെ 2 തരത്തിലുള്ള ഡ്രാമയാണ് ഉണ്ടായിരുന്നത്. ഹീറോയിക് പ്ലേസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും പിന്നീട് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗവും. ഇപ്പോൾ ഹീറോയിക് പ്ലേസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹീറോയിക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നായകനൊക്കെ നോബിളായിരിക്കും, അതേപോലെ ഹീറോയിക് ആയിരിക്കും. അത്തരം നാടകങ്ങളിലെ സ്ത്രീകളൊക്കെ വളരെയധികം സുന്ദരികളായിരിക്കും. അതേപോലെ തന്നെ ഈ ഹീറോയിക് ഡ്രാമാസൊക്കെ എഴുതുന്നത്, ഹീറോയിക് പ്ലേസ് എഴുതുന്നത് ഹീറോയിക് കപ്ലറ്റിലായിരിക്കും. ഹീറോയിക് പ്ലേസിലെ ഹീറോസ് എല്ലാം രാജ്യത്തോടുള്ള പാട്രിയോട്ടിക് ഡ്യൂട്ടിയിലും അതേപോലെ തന്നെ കാമുകിയോടുള്ള കടമയിലും രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലെ നമുക്ക് ഇത്തരം നാടകങ്ങളിൽ ബ്രേവ് ഹീറോസിനെ കാണാൻ കഴിയും, അതേപോലെ ബ്യൂട്ടിഫുൾ വിമൻ, സുന്ദരികളായ സ്ത്രീകളെ കാണാൻ കഴിയും. അതേപോലെ ഒരുപാട് ശബ്ദകോലാഹലങ്ങളും അതുപോലെ കുറേ നോൺസെൻസ് തിങ്സും ഒക്കെ ചേരുന്നതാണ് ഹീറോയിക് പ്ലേസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഹീറോയിക് പ്ലേസ് സംഭാവന ചെയ്തത് ജോൺ ഡ്രൈഡൻ ആണെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോയിക് പ്ലേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ കോൺക്വസ്റ്റ് ഓഫ് ഗ്രാനഡ, അതേപോലെ ഔറംഗസേബ്. ഇതിലെ രണ്ടാമത്തേത്, അതായത് ഔറംഗസേബ്, ഇന്ത്യയിലാണ് കഥ നടക്കുന്നത്. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഔറംഗസേബിന് ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെക്കുറിച്ചാണ് ആ നാടകത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജോൺ ഡ്രൈഡൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നാടകമാണ് ഓൾ ഫോർ ലവ്. ഇതിൽ ആൻ്റണിയുടെയും ക്ലിയോപാട്രയുടെയും ട്രാജിക് ലവിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പം ഈ ഷേക്സ്പിയറിൻ്റെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര തൻ്റേതായിട്ടുള്ള രീതിയിൽ പരിഷ്കരിച്ച് എഴുതിയിട്ടുള്ളതാണ് ഓൾ ഫോർ ലവ്. ഇനി നമ്മൾ തോമസ് ഓഡ്വേയെ കുറിച്ചാണ്. തോമസ് ഓഡ്വേ എഴുതിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട ഹീറോയിക് പ്ലേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡോൺ കാർലോസ്, രണ്ടാമത്തത് ദ ഓർഫൻ, മൂന്നാമത്തത് വെനീസ് പ്രിസേർവ്ഡ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് ഡോൺ കാർലോസ്, രണ്ടാമത്തത് ദ ഓർഫൻ, മൂന്നാമത്തത് വെനീസ് പ്രിസേർവ്ഡ്. അതിൽ വെനീസ് പ്രിസേർവ്ഡ് ആണ് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ച തോമസ് ഓഡ്വേയുടെ നാടകം. നമ്മൾ ഹീറോയിക് പ്ലേസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതായിട്ട് കോമഡി ഓഫ് മാനേഴ്സ് എന്ന പേരിൽ കോമഡീസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉണ്ടായി. അപ്പം കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള ഈ കോമഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോർജ് എത്റേജ് ആണ്. ഈ കോമഡി ഓഫ് മാനേഴ്സ് നാടകങ്ങളെല്ലാം തന്നെ അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ മാനേഴ്സും അവരുടെ ജീവിതമൊക്കെയാണ് വിവരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ആ കാലഘട്ടത്തെ അപ്പർ ക്ലാസ്സിൻ്റെ ഫാഷനബിൾ സൊസൈറ്റിയെ, അത് അവരുടെ വിറ്റി, അതേപോലെ അവരുടെ സംസാര രീതി, ഇതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിലുള്ള ഇതായിരുന്നു ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്നത്. കോമഡി ഓഫ് മാനേഴ്സ് എന്ന പുതിയ തരത്തിലുള്ള കോമഡീസ് ഇംഗ്ലീഷ് സാഹിത്യത്തിന് ജോർജ് എത്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൻ്റെ ദ മാൻ ഓഫ് മോഡ് എന്ന നാടകത്തിലൂടെയാണ്. 1696 ഇത് എഴുതപ്പെട്ടത്. ഈ നാടകത്തിൽ അക്കാലത്തെ ഇംഗ്ലണ്ടിലെ സൊസൈറ്റിയുടെ ഇമ്മോറൽ മാനേഴ്സാണ് വിവരിക്കുന്നത്. അതേപോലെ അടുത്തത് വില്യം വൈച്ചേർലിയാണ്. വില്യം വൈച്ചേർലി ഒരു സറ്റൈറിക്കൽ ഡ്രമാറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട വർക്ക്സാണ് കൺട്രി വൈഫും പ്ലെയിൻ ഡീലറും. ദ കൺട്രി വൈഫ്, ദ പ്ലെയിൻ ഡീലർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വില്യം കോൺഗ്രീവിനെ കുറിച്ചാണ്. കോമഡി ഓഫ് മാനേഴ്സ് വിഭാഗത്തിലാണ് അദ്ദേഹവും നാടകം എഴുതിയത്. ഈ വിഭാഗത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രമാറ്റിസ്റ്റ് വില്യം കോൺഗ്രീവ് ആണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഓൾഡ് ബാച്ചിലർ എന്ന നാടകത്തിൽ ഹിപ്പോക്രറ്റിക്കൽ സൊസൈറ്റിയെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം. ഇതിലെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ഒരു ഓൾഡ് മാൻ ഉണ്ട്. അയാൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല. പക്ഷേ അയാൾ അവസാനം വിവാഹം കഴിക്കുന്നത് ഒരു ബാഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അടുത്ത നാടകം ദ ഡബിൾ ഡീലറാണ്. ഈ ഡബിൾ ഡീലറിൽ ആംഗ്രി ലവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു നാടകമാണ് ലവ് ഫോർ ലവ്. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ഫൂളിഷാണ്. വില്യം കോൺഗ്രീവിൻ്റെ ഏറ്റവും മികച്ച നാടകം ദ വേ ഓഫ് ദ വേൾഡ് ആണ്. ദ വേ ഓഫ് ദ വേൾഡ് ഇതാണ് യഥാർത്ഥത്തിൽ റെസ്റ്റോറേഷൻ പീരീഡിൻ്റെ കോമഡി ഓഫ് മാനർ ആ വിഭാഗത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയാൻ പറ്റുന്നത് ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന നാടകമാണ്. പക്ഷേ ഈ നാടകം കോൺഗ്രീവ് വിചാരിച്ച കണക്ക് സക്സസ് ആയില്ല. അതിൽ അദ്ദേഹം വിഷമിച്ചിട്ട് അദ്ദേഹം നാടകം എടുത്തു തന്നെ നിർത്തി പോവുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ജോൺ വാൻബ്രൂവിനെ കുറിച്ച് നോക്കാം. ജോൺ വാൻബ്രൂ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ 3 സക്സസ്ഫുൾ ആയിട്ടുള്ള കോമഡീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ റീലാപ്സ്, ഒന്നാമത്തത് ദ റീലാപ്സ്, രണ്ടാമത്തത് ദ പ്രൊവോക്ഡ് വൈഫ്, മൂന്നാമത്തത് ദ കോൺഫിഡറസി. ദ റീലാപ്സ്, ദ പ്രൊവോക്ഡ് വൈഫ്, ദ കോൺഫിഡറസി.